മറുപടിയേ മകളെ ഏയ് മകളാണെങ്കിൽ കുറച്ചു നേരം അവിടെ ഇരുന്നു. അതെന്ത് പഞ്ഞിക്കിടോ? എന്തൊക്കെ വർത്താനാണ് പഠിച്ചു വെച്ചിരിക്കണത്? അയ്യോ കാലം പോയ ഓക്കെ കളികാലം. ആനപ്പുറത്തിരുന്നതിനെ പിന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. സമാധാനം തരത്തില്ല. അച്ഛനറിയാലോ അച്ഛൻ ഞാൻ ഇവിടെ എങ്ങനെയാ നോക്കിക്കൊണ്ടിരുന്നേന്ന്. എന്നിട്ടാണ് അവൻ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എനിക്കിടയ്ക്ക് എന്റെ കലിപ്പും തീരണില്ല. എനിക്കും കലിപ്പ് തീരുന്നില്ല. നോക്കച്ചാ, ഞാൻ ഉറങ്ങുമ്പോ പോലെ ഇവളെയാണ് സ്വപ്നം കാണണ്ടേ. അപ്പൊ തന്നെ ചാടി എണീറ്റ് നോക്കും ഇവിടെ സൈഡിൽ കിടക്കുന്നുണ്ടോന്ന്. അത്രയ്ക്ക് കാര്യം എനിക്ക് ഇവളെ. ദൈവമേ, ഞാൻ സ്വപ്നം പോലും കാണല്ലേ, മതിയായി. ഇത് കണ്ണാമ്മ കൊച്ചു പറയണത്. അതെ, പിള്ള മനസ്സിൽ കള്ളമില്ല. അച്ഛാ, അച്ഛൻ എന്തെങ്കിലും പറയണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറ, അല്ലാതെ കൊച്ചിനെ ആയുധാക്കരുത്. നീലേ, ഈ ലക്ഷ്യം എന്തോന്ന് പറഞ്ഞത്? ഇതുവരെ ഞാൻ റെഫറിയെ പോലെ പുറത്തുനിന്ന് കളി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇനി ഞാൻ നേരിട്ടങ്ങ് ഇറങ്ങും കേട്ടോ. ലക്ഷ്യം, നിനക്ക് മര്യാദ ഇല്ലേ? കേട്ടമ്മ കൊച്ചു പറയണത്. എന്തോന്നാടി കുറെ നേരം കൊച്ചിനെ വരും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കണം, നിർത്താൻ പാടില്ലേ? ഇവിടെ എന്തോന്ന് പ്രശ്നം എന്തര്? കേട്ടല്ല, ആ കൊച്ചു സൈഡിൽ നിന്ന് ഓരോന്നൊക്കെ പറഞ്ഞ കേട്ടല്ലോ നീ. ചേച്ചി ആദ്യം പറയുന്നത് നിർത്ത്. ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അവളും ഇങ്ങനെ പറയുന്നേ. എടാ, ഇവളിങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് നല്ല വിഷമമുണ്ടടാ. എനിക്ക് ആ മുറി ഇരുന്നിട്ട് ഇരിപ്പുറക്കണില്ല. എന്നെ പറയുമ്പോ എന്റെ മനസ്സിലുണ്ട് വിഷമം. എന്റെ പൊന്നു കുഞ്ഞൊന്നും മിണ്ടാണ്ടിരുന്നേ. നിന്റെ ചേച്ചില്ലത്. ലച്ചു ചേച്ചി അച്ഛനെ വരെ പറയാം. കണ്ട കൊച്ചിനെല്ലാം അറിയാം. ലക്ഷ്യം എന്റെ മുമ്പ് കണ്ട് താർക്കണില്ലേ? അതെല്ലാം കൊച്ചു ശ്രദ്ധിച്ചോണ്ടിരിക്കല്ലേ, കണ്ടോണ്ടിരിക്കല്ലേ? അച്ഛൻ എന്നിട്ട് ഇപ്പൊ കൊച്ചിനെ അനക്കിയത് അച്ഛാ? എന്റെ കാല് കഴിച്ചിട്ട്. അച്ഛാ, ഈ പരിപാടി നിർത്തിക്കോട്ടാ. എന്തോ ലക്ഷ്യം, എന്ത് പരിപാടി? നീ വന്നു തുടങ്ങിയല്ലേ എന്റെ അടുത്ത് വഴക്ക് കൂടാൻ വേണ്ടി? നിനക്കത് കുഴപ്പം? ലച്ചു, നിനക്ക് അടുക്കള നിന്ന് എന്തെങ്കിലും പണി ചെയ്തൂടെ? പണിയൊന്നുമില്ല. ആരും അറിയ പണിയില്ല. നിങ്ങോട്ട് പോയാൽ പണിയിട്ട് തരാം. വാ വായിങ്ങോട്ട്. ഇല്ല, ഒന്ന് കൊണ്ടുപോവാ. ചേച്ചി വന്നേ, നമുക്ക് വല്ല ന്യൂഡിൽസോ കട്ടൻ ചായ എന്തെങ്കിലും ഉണ്ടാക്കാം. ബാ. ന്യൂഡിൽസ് ഒന്നും വേണ്ട. അയ്യോ, അതിന് നിനക്ക് ന്യൂഡിൽസ് ഒക്കെ ആരും ഉണ്ടാക്കി തന്നെ. ഞാൻ ഉണ്ടാക്കി തരുമൊന്നുമില്ല ഇനി തൊട്ട്. ഞാൻ എടുത്തു പോയി. ആരാ മക്കളെ? ന്യൂഡിൽസ്. പാറുവേ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. കൊച്ചു നിരപരാധിയല്ലേടി? അച്ഛന്റെ മടി കയറി അങ്ങ് തട്ടി വിടുകയല്ലേ അല്ലേ? അച്ഛൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, അതേപോലെ വാരിയെടുത്ത് കയറുകയും ചെയ്യും. അത് സൂക്ഷിച്ചിരുന്നോ? ഒറ്റയ്ക്കാവും കേട്ടാ, സൂക്ഷിച്ചോ. അറിയാലാ, ഇവിടെ നിന്നെല്ലാം കണ്ടും കേട്ടും പഠിക്കണല്ലേ. നമുക്കിട്ട് വച്ചിട്ട് പോയത് മനസ്സിലായില്ലടാ മണ്ട. മക്കള് വാ, അച്ഛൻ പടം വരച്ച് തരാം കേട്ടാ. പൂച്ച എന്താണ്? പൂച്ച. ഒരുപാട് പടം വരച്ച് തരാം കേട്ടാ. ഹെലികോപ്റ്റർ എന്താണ്? തെങ്ങ് കേട്ടാ. എന്താണോ? കോഴി കണ്ടാ? കോഴി കണ്ടാ? വലിയ കോഴിയാണ് കണ്ടാ. ഇനി പോട്, മതി പോട്. ഇന്നത്തേക്ക് ഇത്രയും പടം മതി, പോ. നീ എന്താണ് വിചാരിച്ചേ? നിന്നെ എന്തായാലും ഒറ്റയ്ക്ക് കിട്ടൂലെന്നാ? മിണ്ടരുത് കേട്ടാ. നിനക്ക് പറയാനുള്ളത് നീ പറയടി. ചേച്ചിക്ക് പറയാനുള്ള പറ, ബാക്കി ഞാൻ പറയാം. ബാക്കി ഞാൻ പറയാന്ന്. നീ അകപ്പടി ഇച്ചിരിയല്ലുള്ളൂ. അച്ഛനും ചോദിക്കില്ലല്ലോ എത്ര ഉണ്ടെന്ന്. മിണ്ടരുത് കേട്ടാ. നിനക്ക് ഇനി ഐസ്ക്രീമും ഇല്ല, മിഠായും ഇല്ല, ഒരു മാങ്ങാത്തൊലിയും ഇല്ല. മാങ്ങാത്തോലി അല്ലെങ്കിലും എനിക്ക് വേണ്ട. മിണ്ടരുത് കേട്ടാ. നല്ല കേറുള്ളൂ ഇനി തൊട്ട് എന്റെ കയ്യിന്ന്. ഇങ്ങനെയാണെങ്കിൽ ഞാനും നിന്റെ നാടി മേടിക്കുന്നു അല്ലേ? അല്ലേ? അയ്യോ, ഞാൻ അടിച്ചോളെ, ഓടിവായോ.